നമ്മുടെ തൊഴിലിടങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ ഇത്തരത്തിലുള്ള തീരുമാനം എടുക്കുന്നത് ഈ ലഹരിയെ തടയാൻ ഏറെ സഹായകരമാകുമെന്നുള്ള തർക്കമൊന്നുമില്ല. കാരണം തൊഴിൽ വേണമെങ്കിൽ അതൊരു ഏറ്റവും വലിയ ആവശ്യമാണല്ലോ നമുക്ക്. ആ തൊഴിൽ വേണമെങ്കിൽ ലഹരിക്ക് അടിമയല്ല എന്ന് തെളിയിക്കുന്ന ഒരു വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാകണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒന്ന് ചിന്തിക്കും ആളുകൾ. അപ്പോൾ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഏറെ നല്ലതാണ് ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നമുക്കിപ്പം പങ്കുവയ്ക്കാനായി രാഹുൽ ജി നാഥ് ചേരുന്നുണ്ട്. രാഹുൽ, ഇത്തരത്തിൽ ഓരോ കമ്പനികളും ഓരോ സ്ഥാപനങ്ങളും ഈ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പരിധിവരെയെങ്കിലും ഒരു ബോധവൽക്കരണം അല്ലെങ്കിൽ ഒന്ന് ചിന്തിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന തരത്തിലല്ലേ ഇത്? അങ്ങനെ തന്നെയാണ്. ആ ചിന്ത മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കും എന്നുള്ളത് തന്നെയാണ്. കാരണം ഇത്രമാത്രം ലഹരി കേസുകൾ വരുന്നു, അതുമായി ബന്ധപ്പെട്ട് ലഹരിക്ക് ശേഷം അതിക്രമങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ ആദ്യം തുടങ്ങിയത് സ്കൂൾ പരിസരങ്ങളിൽ നിന്നാണോ ഈ ക്ലീൻ സ്ലേറ്റ് എന്ന് പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ ആ ഒരു പടി കൂടി കടന്ന് അതിനടുത്ത ഘട്ടം, ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടം ഒരുപക്ഷെ തൊഴിലെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ആ തൊഴിലിടങ്ങളിലേക്ക്, പ്രത്യേകിച്ച് IT മേഖലയിലേക്ക് ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടാകുന്നു. GTech എന്ന് പറയുന്ന 250ഓളം കമ്പനികളുടെ കൂട്ടായ്മയാണ് ഇത്തരത്തിൽ തീരുമാനമെടുക്കുന്നത്. അതായത് വൈദ്യ പരിശോധനയ്ക്ക് ഒരുപക്ഷെ സത്യവാങ്മൂലത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾ കേട്ടു, അതായത് ലഹരി ഉപയോഗിക്കില്ല എന്ന സത്യവാങ്മൂലം നൽകുന്നത്. അതിനപ്പുറത്തേക്ക് വൈദ്യ പരിശോധനയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ജയലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ ജോലിയിലേക്ക് ചുവട് വെക്കുന്ന ആളുകൾ കൃത്യമായി ചിന്തിക്കും, കൃത്യമായ തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി തന്നെയാകും ഇത്തരത്തിൽ വൈദ്യ പരിശോധന നടത്തണമെന്ന് പറയുന്നത്. എന്തായാലും ലഹരിക്കെതിരെ വലിയ പറയുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പോൾ ലഹരി എല്ലാവരും ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് അടച്ചാക്ഷേപിക്കാനായിട്ട് സാധിക്കില്ല. ഒരു വിഭാഗം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും ഒരു പുനർചിന്തനത്തിന് നമ്മളെയും പ്രേരിപ്പിക്കുന്നത്. മറ്റുള്ള ആളുകളിലേക്കും ഇത് എത്തരുത് എന്നൊരു കാര്യമാണ് അവിടെ മുന്നിൽ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും കമ്പനികളും അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ ഇത്തരത്തിലുള്ള ഒരു ടേക്ക് എടുക്കുമ്പോൾ ആളുകൾക്ക് ഒരുപക്ഷം ചിന്തിക്കാം ഇത്തരത്തിൽ ഇങ്ങനെ ചെയ്യണോ എന്നുള്ളതും. പക്ഷെ അവർക്കുള്ളൊരു ഉത്തരമാണ് ഇത്. നമ്മുടെ സമൂഹത്തിൽ ഈ ലഹരിയുടെ വ്യാപനം തടയാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വഴിയാണ് ഇത് എന്നുള്ളത്. കാരണം ഒന്ന് ചിന്തിക്കണം, അത് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾ ഉണ്ട് എന്നൊരു തോന്നൽ അല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. ഈ കമ്പനികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് അച്ചടക്കവുമായി ബന്ധപ്പെട്ടതാണ്, ഒന്ന് ഈ ലഹരി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിക്രമങ്ങളെ പറ്റി നിരന്തരം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അത് മാനസികമായി ഒരു മനുഷ്യനുണ്ടാക്കുന്ന മാറ്റങ്ങൾ രണ്ട് ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ച് പൂർണ്ണമായി തൊഴിലാളികളെ അവർക്ക് ജോലിയിലേക്ക് ഉൾപ്പെടുത്തണമെങ്കിൽ, ജോലിയിൽ അവർക്ക് നന്നായി എന്താ പറയുക ഔട്ട്പുട്ട് നൽകണമെങ്കിൽ, അല്ലെങ്കിൽ പൂർണ്ണമായി